മേഘങ്ങളുടെ സ്വന്തം നാടായ സൊഹറയിലെ ആദ്യ പ്രഭാതം. ഇന്നലത്തെ അതിമനോഹരമായ റൈഡിലൂടെ ഒടുവിൽ ഞങ്ങൾ സൊഹറയിലെത്തിയിരുന്നു. സാധാരണ യാത്രക്കാരെ പോലെ മുൻകൂട്ടി റൂം ബുക്ക് ചെയ്യാൻ ഞങ്ങൾക്കായില്ല. കാരണം ഈ സീസണിൽ സൊഹറയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വളരെ കൂടുതലാണ്. പല സ്ഥലങ്ങളിലും റൂം ഇതിനോടകം തന്നെ ഫുള്ളായിരുന്നു. ഒടുവിൽ ഒരു ചെറിയ സിമ്പിൾ റൂം ലഭിച്ചു. ഒരു രാത്രിക്ക് വെറും 800 രൂപ മാത്രം. ആഡംബരങ്ങളൊന്നുമില്ലാതെ ഒരു മുറി. പക്ഷേ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം സമാധാനമായി ഉറങ്ങാൻ അത്രയൊക്കെ തന്നെ മതിയായിരുന്നു. കാരണം യാത്രകളെ മനോഹരമാക്കുന്നത് താമസിക്കുന്ന മുറികളല്ല, നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളും അവിടെ സൃഷ്ടിക്കുന്ന ഓർമ്മകളുമാണ്. അപ്പോൾ സൊഹറയിലെ ആദ്യ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൊഹറയിലെ ആദ്യ ലക്ഷ്യം ലോക പ്രശസ്തമായ 7 സിസ്റ്റേഴ്സ് വെള്ളച്ചാട്ടമാണ്. സൊഹറ ടൗണിൽ നിന്ന് അധികം ദൂരമില്ലാത്ത ഈ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയും മേഘാലയയുടെ ഭംഗി ഓരോ നിമിഷവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. റോഡിന്റെ ഇരുവശവും പച്ചപ്പിൽ മൂടിയ മലനിരകൾ, ഇടയ്ക്കിടെ വീശിയെത്തുന്ന തണുത്ത കാറ്റ്, മേഘങ്ങൾ മൂടിയ ആകാശം. സൊഹറയിൽ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്കാൾ മനോഹരമാക്കുന്നത് പലപ്പോഴും യാത്ര തന്നെയാണ്. കുറച്ച് സമയത്തിനകം ഞങ്ങൾ എത്തിയത് മേഘാലയയിലെ ഏറ്റവും പ്രശസ്തമായ വ്യൂ പോയിന്റുകളിൽ ഒന്നായ 7 സിസ്റ്റേഴ്സ് ഫോൾസിലേക്കാണ്. അതിനടുത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ പയ്യെ ആ ഒരു 7 സിസ്റ്റേഴ്സ് ഫോൾസ് കാണാൻ വേണ്ടി വ്യൂ പോയിന്റിലേക്ക് നടന്നു. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വ്യൂ ആയിരുന്നു കണ്ടത്. മഴമേഘങ്ങൾ കൊണ്ട് മൂടി നിൽക്കുന്ന താഴ്വരയും ദൂരെ ബംഗ്ലാദേശിൻ്റെ സമതലങ്ങളും ഒക്കെ ചേർന്ന് 7 സിസ്റ്റേഴ്സ് ഫോൾസിൻ്റെ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു അത്. ഇതിൻ്റെ യഥാർത്ഥ പേര് നോക് സിംഗിദിയാങ് ഫോൾസ് എന്നാണ്. എന്നാൽ 7 വ്യത്യസ്ത ജലധാരകൾ ഒരുമിച്ച് താഴേക്ക് പതിക്കുന്നതിനാൽ ലോകം മുഴുവൻ ഇതിനെ 7 സിസ്റ്റേഴ്സ് ഫോൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏകദേശം 316 മീറ്റർ, അതായത് 1000-ലധികം അടി ഉയരത്തിൽ നിന്ന് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പ്ലഞ്ച് വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടം അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ കാണാൻ കഴിയുന്നത്. കാരണം മഴ ശക്തമാകുമ്പോൾ മലമുകളിലൂടെ ഒഴുകിയെത്തുന്ന ജലധാരകൾ ഒന്നിനൊന്ന് ചേർന്ന് ഒരേ സമയം 7 വെള്ളച്ചാട്ടങ്ങളായി താഴേക്ക് പതിക്കുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ കാലാവസ്ഥ പതിവ് പോലെ മാറി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നിമിഷം മുഴുവൻ മേഘങ്ങൾ താഴ്വരയെ മറയ്ക്കും. അടുത്ത നിമിഷം അവ പതുക്കെ മാറി ആയിരക്കണക്കിന് അടി ആഴമുള്ള താഴ്വരയും വെള്ളച്ചാട്ടവും വീണ്ടും കണ്ണുകൾക്ക് മുന്നിൽ തെളിയും. സൊഹറയുടെ അല്ലെങ്കിൽ ചിറാപുഞ്ചിയുടെ യഥാർത്ഥ മാജിക് ഇതാണ്. ഇവിടെ ഒരു കാഴ്ച പോലും ഒരേപോലെ രണ്ടാമതൊരിക്കലും കാണാനാകില്ല. ഓരോ നിമിഷവും പ്രകൃതി പുതിയൊരു ചിത്രം വരച്ചുകൊണ്ടിരിക്കും. ഈ താഴ്വരയുടെ മറുവശം ബംഗ്ലാദേശിലെ സമതല പ്രദേശങ്ങളാണ്.
ഒരു വശത്ത് പച്ചപ്പിൽ മുങ്ങിയ ഖാസി മലനിരകൾ, മറുവശത്ത് അനന്തമായി നീളുന്ന സമതലങ്ങൾ. ഇതാണ് സൊഹറയെ ഇത്രയും വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ ഓരോ വ്യൂ പോയിന്റിനും പറയാനുള്ള ഒരു കഥയുണ്ട്. അല്പസമയം ഈ മനോഹര കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ സൊഹറയിലെ മറ്റൊരു അത്ഭുതത്തിലേക്ക് യാത്ര തുടരുകയാണ്. ഭൂമിയുടെ അടിയിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി തന്നെ രൂപപ്പെടുത്തിയ ഒരു ലോകം, മൗസ്മായി ഗുഹ. സെവൻ സിസ്റ്റേഴ്സ് ഫാൾസിൽ നിന്ന് അധികം ദൂരമില്ലാതെയാണ് സൊഹറയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മൗസ്മായി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്ത് പ്രവേശന കവാടം കടന്നതോടെ നമ്മൾ മറ്റൊരു ലോകത്തേക്കാണ് പ്രവേശിക്കുന്നത് എന്നൊരു തോന്നൽ വരും. പുറത്ത് തണുത്ത കാറ്റും വിശാലമായ ആകാശവുമാണെങ്കിൽ അകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് ഇരുട്ടും നനവും നിശബ്ദതയും നിറഞ്ഞ ഒരു ഭൂഗർഭ ലോകം. മൗസ്മായി ഗുഹ ലക്ഷക്കണക്കിന് വർഷങ്ങളായി മഴവെള്ളം ചുണ്ണാമ്പു കല്ലുകളെ പതുക്കെ അലിഞ്ഞൊലിപ്പിച്ചാണ് രൂപപ്പെട്ടത്. ഇത്തരത്തിലുള്ള ഗുഹകളെ ലൈംസ്റ്റോൺ കേവ് എന്നാണ് വിളിക്കുന്നത്. മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ സൊഹറയിലെ തുടർച്ചയായ മഴയാണ് ഈ അത്ഭുതത്തിന് പിന്നിലെ പ്രധാന കാരണം. അതിനാലാണ് മേഘാലയയെ ഇന്ത്യയിലെ കേവിംഗ് ക്യാപിറ്റൽ എന്നും വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് പ്രകൃതിദത്ത ഗുഹകളുണ്ട്. അതിൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സന്ദർശിക്കാവുന്ന ഗുഹയാണ് മൗസ്മായി. അകത്തേക്ക് ഓരോ ചുവടും വയ്ക്കുമ്പോൾ ഗുഹയുടെ രൂപം മാറിക്കൊണ്ടിരുന്നു. ചില ഭാഗങ്ങളിൽ വളരെ വിശാലമായ ഇടം, മറ്റു ചില ഭാഗങ്ങളിൽ ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്നത്ര ഇടുങ്ങിയ വഴികൾ, ചില സ്ഥലങ്ങളിൽ തല കുനിച്ച് നടക്കണം, ചില സ്ഥലങ്ങളിൽ പാറകളുടെ ഇടയിലൂടെ ശരീരം ഒതുക്കി വേണം മുന്നോട്ട് പോകാൻ. അതുതന്നെയാണ് ഈ ഗുഹയെ കൂടുതൽ സാഹസികമാക്കുന്നത്. ഗുഹയ്ക്കുള്ളിൽ എല്ലായിടത്തും വെള്ളത്തുള്ളികൾ പതിച്ചുകൊണ്ടിരിക്കുന്നു.
ആയിരക്കണക്കിന് വർഷങ്ങളായി ഇതേ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് വളർന്നിറങ്ങുന്ന പാറരൂപങ്ങളെ സ്റ്റാൽടെറ്റുകൾ എന്നു വിളിക്കും. നിലത്തുനിന്ന് മുകളിലേക്ക് വളരുന്ന രൂപങ്ങളെ സ്റ്റാൽഗൈമറ്റുകൾ എന്നും വിളിക്കുന്നു. 1 സെന്റിമീറ്റർ വളരാൻ പോലും പലപ്പോഴും 100 കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഓരോ പാറരൂപവും പ്രകൃതി അതീവ ക്ഷമയോടെ തീർത്ത ശില്പങ്ങളാണ്. ഗുഹയ്ക്കുള്ളിലെ തണുപ്പ്, ചുണ്ണാമ്പ് കല്ലുകളുടെ പ്രത്യേക ഗന്ധം, വെള്ളത്തുള്ളികൾ വീഴുന്ന ശബ്ദം, അവയെല്ലാം ചേർന്നൊരു സിനിമയിലെ രംഗം പോലെയുള്ള അനുഭവം സമ്മാനിക്കുന്നു. ചില നിമിഷങ്ങളിൽ നമ്മൾ ഭൂമിയുടെ അടിത്തട്ടിലാണെന്ന് പോലും മറന്നുപോകും. ഇടയ്ക്കിടെ ചെറിയ വിളക്കുകൾ തെളിയിച്ചിരിക്കുന്നതിനാൽ ഗുഹയുടെ ഓരോ വളവും ഓരോ പാറയും വ്യത്യസ്ത രൂപത്തിൽ കാണാൻ സാധിക്കും. ക്യാമറയിൽ ഈ സൗന്ദര്യം പകർത്താൻ കഴിയുമെങ്കിലും അതിനുള്ളിലെ തണുപ്പും നിശബ്ദതയും ആ പ്രത്യേക അനുഭവവും നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാകുന്നത്. നിങ്ങൾ ചിറാപൂഞ്ചിയിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളച്ചാട്ടങ്ങളല്ലാതെ ഈ ഒരു എക്സ്പീരിയൻസ് കൂടി തീർച്ചയായിട്ടും ചെയ്യണം. ചില ആളുകൾക്ക് കൺഫൈൻഡ് സ്പേസ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ ചെറിയൊരു ഭയവും ശ്വാസം മുട്ടലും ഒക്കെ തുടക്കത്തിൽ തോന്നുമായിരിക്കാം. പക്ഷേ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നും ഇവിടെയില്ല. പെട്ടെന്ന് ഇടിഞ്ഞു വീഴുമോ അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ആ പാറകളെല്ലാം നല്ല ഉറച്ച വർഷങ്ങളായി ഉണ്ടായിയെടുത്ത പാറകൾ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയും ഭയമൊന്നും ഇതിലേക്ക് പോകുന്നതിന് വേണ്ടി വേണ്ട. മൗസ്മായി ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും മേഘങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചെത്തിയതുപോലെ ഒരു തോന്നിപ്പോയി. എന്നാൽ സൊഹറയുടെ വിസ്മയങ്ങൾ ഇതോടെ അവസാനിച്ചിരുന്നില്ല. ഇനിയും കാണാനുള്ള അത്ഭുതങ്ങൾ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. മൗസ്മായി ഗുഹയിലെ അത്ഭുത ലോകം പിന്നിട്ട് അടുത്ത ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു. ഇന്നലെ രാത്രി സൊഹറയിൽ ലഭിച്ച ചെറിയ റൂമിൽ ഒരു രാത്രി മാത്രമാണ് ഞങ്ങൾ താമസിച്ചത്. രാവിലെ തന്നെ അടുത്ത 2 ദിവസത്തേക്കുള്ള ഒരു പുതിയ ഹോം സ്റ്റേ കണ്ടെത്തിയിരുന്നു. സൊഹറ ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള ഹുൻഷീസ് ഹോം സ്റ്റേ ആയിരുന്നു അത്. അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്ത് ലഗേജ് എല്ലാം റൂമിൽ വെച്ചതോടെ യാത്ര കുറച്ചുകൂടി എളുപ്പമായി. ഇനി ബൈക്കിൽ ഭാരമൊന്നുമില്ല, മുന്നിലുള്ള കാഴ്ചകൾ മാത്രം മനസ്സിൽ. കാരണം ഇന്നത്തെ ദിവസം ഇനിയും അവസാനിച്ചിട്ടില്ല.
സൊഹറയിലെ ഏറ്റവും പ്രശസ്തമായ 3 വെള്ളച്ചാട്ടങ്ങൾ കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി ലക്ഷ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ നൊഹ്കാലിക്കൈ വെള്ളച്ചാട്ടം. സൊഹറയിലെ റോഡുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അടുത്ത നിമിഷം എന്താണ് കാണാൻ പോകുന്നതെന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ കാലാവസ്ഥ വീണ്ടും മാറി തുടങ്ങി. മഴത്തുള്ളികൾ ഹെൽമറ്റിൽ പതിക്കാൻ തുടങ്ങി. തണുത്ത കാറ്റ് ശക്തമായി വീശി. പിന്നെ പതുക്കെ മേഘങ്ങൾ റോഡിലേക്ക് ഇറങ്ങി വന്നു. ഒരുപാട് ദൂരം വരെ കാഴ്ച മറച്ചുകൊണ്ട് മഞ്ഞും മേഘങ്ങളും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ആ തണുപ്പിനിടയിലൂടെ സഞ്ചരിക്കുന്നത് പറയാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ചുറ്റും പച്ചപ്പ്, മുന്നിൽ മേഘങ്ങൾ, ഇടയ്ക്ക് ചെറിയ മഴ. ഇതൊക്കെയാണ് സൊഹറയെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ റൈഡുകളിൽ ഒന്നാക്കി മാറ്റുന്നത്. ഒടുവിൽ ഞങ്ങൾ നൊഹ്കാലിക്കൈ വെള്ളച്ചാട്ടത്തിലെത്തി. ആദ്യം ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരത്തിലേക്കുള്ള ട്രെക്കിംഗ് പോയിന്റിലേക്ക് പോയി. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ആ ട്രെക്ക് താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. Can we see the waterfalls there? You have to wait, ma'am. Huh? You have to wait for a few minutes. അതിനുശേഷം നേരെ വ്യൂ പോയിന്റിലേക്ക് പോയി ബൈക്ക് പാർക്ക് ചെയ്ത് ആ ഐതിഹാസിക കാഴ്ച കാണാനുള്ള ആകാംക്ഷയോടെ മുന്നോട്ട് നടന്നു. പക്ഷെ പ്രകൃതിക്ക് അന്ന് മറ്റൊരു തീരുമാനമായിരുന്നു. മുഴുവൻ താഴ്വരയും കട്ടിയുള്ള മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. മുന്നിൽ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് കാണാനായത് വെളുത്ത മഞ്ഞ് മാത്രം. ഒരുപക്ഷെ സൊഹറ നമ്മളോട് ക്ഷമ പരീക്ഷിക്കുകയായിരുന്നു. ഏകദേശം 25 മിനിറ്റോളം ഞങ്ങൾ അവിടെ കാത്തുനിന്നു. ഇടയ്ക്കെങ്കിലും മേഘങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിച്ച്. ഓരോ മിനിറ്റിലും കണ്ണുകൾ താഴ്വരയിലേക്ക് തന്നെ. പക്ഷെ മേഘങ്ങൾ ഒട്ടും വഴിമാറിയില്ല. യാത്രകളിലെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കണമെന്നില്ല. ചില കാഴ്ചകൾ പ്രകൃതി നമ്മളിൽ നിന്ന് മറച്ചുവെക്കും. ഒരുപക്ഷെ വീണ്ടും ഒരിക്കൽ ഇവിടെ തിരിച്ചു വരാനുള്ള ഒരു കാരണമാക്കി. സമയം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. നിരാശയോടെ ആ വ്യൂ പോയിന്റിനോട് വിട പറഞ്ഞ് സൊഹറയിലെ മറ്റൊരു അത്ഭുതത്തിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. അടുത്ത ലക്ഷ്യം സാഹസികതയും മനോഹരമായ നീല ജലക്കുളവും കൊണ്ട് പ്രശസ്തമായ ബെയ് സൊഡാങ് വെള്ളച്ചാട്ടത്തിലേക്ക്. റോഡിൻ്റെ ഇരുവശവും മേഘങ്ങൾ ഇറങ്ങി വന്നതുപോലെ മുന്നിലുള്ള വഴി ചിലപ്പോൾ വ്യക്തമായി കാണാം. അടുത്ത നിമിഷം വീണ്ടും മഞ്ഞ് എല്ലാം മറയ്ക്കും. ഹെൽമെറ്റിൻ്റെ വൈസറിൽ മഴത്തുള്ളികൾ പതിച്ചുകൊണ്ടിരുന്നു. തണുത്ത കാറ്റ് ശരീരത്തെ തുളച്ചു കയറുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങളെ അലട്ടിയില്ല. കാരണം മുന്നിൽ കാത്തിരിക്കുന്നത് സൊഹറയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അങ്ങനെ പാർക്കിംഗ് ഏരിയയിലെത്തി ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം ഇനി നമ്മൾക്ക് ചെറിയൊരു ട്രക്കിംഗ് ആണ് ഉള്ളത്.
നമ്മൾ ഇതുപോലെ കുറച്ച് മലയൊക്കെ ഇറങ്ങി പോകുന്ന വെള്ളച്ചാട്ടങ്ങൾ അവിടെയെല്ലാം ഇതുപോലെ ഒരുപാട് കടകളും ചെറിയ വ്യാപാരങ്ങളും എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മൾക്ക് തോന്നിയ വളരെ അരോചകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെയെല്ലാം നമ്മളിപ്പോൾ ഒരു MRP, ഇപ്പോൾ ഒരു 20 രൂപയുടെ സാധനത്തിന് ഒരു 40 രൂപ അല്ലെങ്കിൽ ഒരു 35 രൂപ വരെ നമ്മൾ കൊടുക്കേണ്ടത് വരും. കാരണം അതെന്താണ് അവരെങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾക്ക് തീർത്തും മനസ്സിലായില്ല. കാരണം നമ്മൾക്ക് അങ്ങനെ ഒരു ബാർഗെയിൻ ചെയ്യാനുള്ളൊരു സ്പേസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊരു MRP ഉള്ളൊരു സാധനത്തെ നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇന്ത്യയിലുടനീളം MRPയുടെ ഒരു പൈസ മാത്രം കൊടുത്താൽ മതിയല്ലോ. പക്ഷേ മേഘാലയയിലെ എല്ലായിടത്തും കൂടുതലും ഇങ്ങനെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ തന്നെ ലിക്വിഡായിട്ട് മണി കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചിലയിടങ്ങളിലൊന്നും എല്ലാ സിമ്മുകൾക്കും ഒന്നും അങ്ങനെ റേഞ്ച് കിട്ടണമെന്നോ നമ്മുടെ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യണമെന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആ ഒരു ട്രെക്കിങ് വീണ്ടും മുന്നോട്ടേക്ക് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് എത്തുമ്പോഴാണ് 2 ദിശയിലേക്ക് വഴി കാട്ടുന്നത്. ഒന്ന് നമ്മുടെ വ്യൂ പോയിന്റിലേക്കും ഒന്ന് വീണ്ടും താഴേക്ക് നമ്മുടെ വാട്ടർഫോൾസിലേക്കും. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ നമ്മുടെ വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിന്റിലേക്കാണ് പോയത്. എന്നാൽ നോക്ഹാലിക്കയിൽ സംഭവിച്ചതുപോലെ ഇവിടെയും ആദ്യം മേഘങ്ങൾ വെള്ളച്ചാട്ടത്തെ പൂർണ്ണമായും മറച്ചിരുന്നു. ഒരു നിമിഷം പോലും വ്യക്തമായി കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ വീണ്ടും കാത്തിരുന്നു, പ്രകൃതിയുടെ തീരുമാനം മാറുമോ എന്ന പ്രതീക്ഷയിൽ. പതിയെ കാറ്റിൻ്റെ ദിശ മാറിത്തുടങ്ങി. മേഘങ്ങൾ അല്പാൽപമായി നീങ്ങാൻ തുടങ്ങി. അപ്പോൾ വെളുത്ത മഞ്ഞിൻ്റെ തിരശ്ശീല പതുക്കെ മാറി. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന അത്ഭുതം ആദ്യമായി കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞു. വേയ് സ്വഡങ്. ഒരു നിമിഷം ഞങ്ങൾ സംസാരിക്കാതെ നിന്നു. കാരണം ചില കാഴ്ചകൾക്ക് വാക്കുകളുടെ ആവശ്യമില്ല. 3 തട്ടായി താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം മേഘാലയയിലെ ഏറ്റവും ഫോട്ടോജനിക് വെള്ളച്ചാട്ടങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഓരോ ലെയറിലൂടെയും ഒഴുകുന്ന നീല കലർന്ന തെളിഞ്ഞ വെള്ളം, ചുറ്റും പച്ചപ്പിൽ മുങ്ങിയ പാറകൾ, മുകളിലൂടെ ഒഴുകുന്ന മേഘങ്ങൾ. ഇത് പ്രകൃതി വരച്ച ഒരു ചിത്രം പോലെയായിരുന്നു. പക്ഷെ യഥാർത്ഥ അനുഭവം ഇനിയും ബാക്കിയായിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരത്തിലേക്ക് ഇറങ്ങുന്ന ട്രെക്കിംഗ്. ഇത് സാധാരണ ഒരു ട്രെക്കിംഗ് അല്ല. മുളയും മരവും ഉപയോഗിച്ച് നിർമ്മിച്ച ഇടുങ്ങിയ പടവുകൾ. ചില ഭാഗങ്ങളിൽ വളരെ കുത്തനെയുള്ള ഇറക്കങ്ങൾ. മഴ കാരണം വഴികൾ നനഞ്ഞതും വഴുക്കലുള്ളതുമായിരുന്നു. ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ വെക്കേണ്ടി വന്നു. അതേസമയം ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വളരെ കൂടുതലായിരുന്നു. അതിനാൽ പതുക്കെ ഓരോരുത്തരും പരസ്പരം ശ്രദ്ധിച്ചുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങിയത്. ഓരോ പടിയും ഇറങ്ങുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. അത് പ്രകൃതിയുടെ ഒരു ക്ഷണം പോലെയായിരുന്നു. അങ്ങനെ ഒടുവിൽ ശ്രദ്ധയോടെ ഞങ്ങൾ താഴെ എത്തി. ആ കാഴ്ച ഇന്നും വാക്കുകളിൽ വിവരിക്കാൻ ബുദ്ധിമുട്ടാണ്. മേഘാലയയിൽ പോകുന്നവർ തീർച്ചയായിട്ടും പോയിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമാണിത്. കാരണം നമ്മൾ ചില ഹോളിവുഡ് സിനിമകളിലൊക്കെ പോയി നമ്മൾ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി വേൾഡിലേക്കൊക്കെ എത്തിയ ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ ഇവിടെ. കാരണം അത്രയധികം പ്രകൃതി വേറെ തന്നെ ഒരു എന്നാലൊരു തരത്തിലൊരു
വല്ലാത്തൊരു അന്തരീക്ഷമാണ്, നമുക്കവിടെ ഒരു ഭീകരമായൊരു അന്തരീക്ഷവും നമുക്കവിടെ ഫീൽ ചെയ്യും. കാരണം അത്രമാത്രമാണ് ആ പാറക്കെട്ടുകളും ആ ഒരു എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാട് പോലെ ഇങ്ങനെ അതിൻ്റെ ചുറ്റുപാട് തന്നെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് അവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. മൂന്ന് തട്ടുകളായി താഴേക്ക് പതിക്കുന്ന വെയ് സ്വഡങ്, മരതകപ്പച്ച നിറത്തിൽ തിളങ്ങുന്ന വെള്ളം, പച്ചപ്പിൽ പൊതിഞ്ഞ ഉയർന്ന പാറക്കെട്ടുകൾ, ചുറ്റും മഴക്കാടുകളുടെ നിശബ്ദത. ഒരു നിമിഷം നമ്മൾ ഭൂമിയിലാണോ അല്ലെങ്കിൽ അവതാർ സിനിമയിലെ പണ്ടോറ പോലുള്ള ലോകത്തിലാണോ എന്ന് തോന്നൽ. ഇത്തരം കാഴ്ചകൾ ക്യാമറയിൽ പകർത്താൻ കഴിയും, പക്ഷേ അവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന അത്ഭുതം ഒരു ക്യാമറയ്ക്കും പൂർണ്ണമായി പകർത്താൻ കഴിയില്ല. ചില സ്ഥലങ്ങളുണ്ട്, അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ച് നമ്മൾക്ക് അവിടുന്ന് പോകാനായിട്ട് കുറച്ച് പാടാണ്. അതുപോലെയുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. അങ്ങനെ വീണ്ടും വെള്ളച്ചാട്ടത്തിന് കുറച്ചുകൂടെ അടുത്തേക്ക് എത്തി കുറച്ച് വിഷ്വൽസ് കൂടി എടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾക്ക് ഈ സൈഡിലുള്ള പാറക്കെട്ടുകളിലൂടെയൊക്കെ നമുക്ക് പയ്യെ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വഴുതലുകളെല്ലാം ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചു വേണം നമ്മൾ മുന്നോട്ടേക്ക് നടക്കാനും കാര്യങ്ങളൊക്കെ. ദുർഘടം പിടിച്ച വഴികൾ എപ്പോഴും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നത് എത്ര അനുയോജ്യമാണ് ഈ ഒരു വെയ് സ്വഡങ് വെള്ളച്ചാട്ടത്തിനൊക്കെ. കാരണം അത്രയധികം നേച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സ്ഥലത്തെ. കാരണം ആ ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല, ആ ഒരു ചുറ്റുപാടുള്ള പ്രദേശവും ആ ഒരു ആംബിയൻസും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ സുരക്ഷതയോടെ തന്നെ വേണം നമ്മളതെല്ലാം കണ്ട് ആസ്വദിക്കാനായിട്ട്. കുറച്ചു സമയം ആ സ്വർഗീയ സൗന്ദര്യം ആസ്വദിച്ച ശേഷം ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു. ഇന്നത്തെ യാത്ര ഇനിയും അവസാനിച്ചിട്ടില്ല. അടുത്തതായി പോകുന്നത് സൊഹറയിലെ മറ്റൊരു അത്ഭുതമായ ഡെയ്ൻദലൻ വെള്ളച്ചാട്ടത്തിലേക്കാണ്. വെയ് സ്വഡങ്ങിൽ നിന്ന് അധികം ദൂരമില്ലാതെയാണ് ഡെയ്ൻദലൻ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അവിടുത്തെ ഭൂപ്രകൃതി തികച്ചും വ്യത്യസ്തമായിരുന്നു. പച്ചപ്പിനിടയിൽ സഞ്ചരിച്ച ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിശാലമായ പാറകളുടെ ലോകത്തേക്കാണ്. നൂറ്റാണ്ടുകളായി വെള്ളത്തിൻ്റെ ഒഴുക്കിൽ രൂപം കൊണ്ട് വമ്പൻ പാറക്കെട്ടുകൾ,
അവയ്ക്കിടയിലൂടെ ഒഴുകുന്ന ജലധാരകൾ, മഞ്ഞും മേഘങ്ങളും ഇടയ്ക്കിടെ വന്ന് എല്ലാം മറച്ചും വീണ്ടും തുറന്നു കാണിച്ചും കൊണ്ടിരുന്നു. ഡെയ്ൻതലൻ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത വെള്ളച്ചാട്ടം മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ അസാധാരണ ഭൂപ്രകൃതിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഭൂമിയിലെ മറ്റൊരു ഭാഗത്തല്ല, മറ്റൊരു ഗ്രഹത്തിലാണെന്ന് പോലും തോന്നിപ്പോകും. വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ വെള്ളം പാറകളിലൂടെ ശക്തിയായി ഒഴുകി പെട്ടെന്നൊരു ആഴമേറിയ ഗർത്തത്തിലേക്ക് പതിക്കുന്നു. ആ നിമിഷം ചുറ്റുമെല്ലാം മഞ്ഞ്, അതിന് നടുവിലൂടെ മുഴങ്ങുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം മാത്രം. ഇത്തരമൊരു ഭൂപ്രകൃതി ഞാൻ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. ഓരോ നിമിഷവും പ്രകൃതി തന്നെ ഒരു ഫാൻറ്റസി ലോകം സൃഷ്ടിക്കുന്നത് പോലെ. ഒരു പക്ഷേ അതുകൊണ്ടാവാം സൊഹറയിലേക്ക് ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും ഇവിടെ തിരിച്ചെത്തുന്നത്. ഡെയ്ൻതലൻ കാണാൻ മാത്രമല്ല, അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. സൂര്യൻ അസ്തമിക്കാനൊരുങ്ങുമ്പോൾ സുഹറയിലെ മലനിരകൾ വീണ്ടും മേഘങ്ങളുടെ പുതപ്പിനുള്ളിലേക്ക് മറഞ്ഞു തുടങ്ങി. തിരിച്ചുള്ള യാത്രയിലും റോഡുകൾ മുഴുവൻ മഞ്ഞ് നിറഞ്ഞിരുന്നു. പ്രകൃതി ഇന്നത്തെ ദിവസത്തിന് മനോഹരമായൊരു സമാപനം ഒരുക്കിയതുപോലെ. രാത്രിയായപ്പോൾ ഞങ്ങളെത്തിയത് 1885 സൊഹറ ഹെറിറ്റേജ് കഫേയിലേക്കായിരുന്നു. ഒരു നീണ്ട ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നല്ലൊരു ഡിന്നറും ദിവസത്തിലെ മനോഹരമായ ഓർമ്മകളും അതായിരുന്നു ഇന്നത്തെ സമാപനം. പക്ഷേ മേഘാലയയിലെ ഏറ്റവും വലിയ സാഹസിക അനുഭവം ഇനിയും ബാക്കിയുണ്ട്. ആ യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.